പത്രം പണം കൊടുത്തു വാങ്ങിക്കുന്നവർ മാത്രം ഇത് കാണുക. ഇക്കഴിഞ്ഞ ദിവസം ഇറങ്ങിയ പ്രധാനപ്പെട്ട മലയാള ദിനപത്രങ്ങളുടെ ഒന്നാം പേജിൽ പ്രത്യേക ബോക്സിൽ നൽകിയിരുന്ന വിലകൂട്ടൽ അറിയിപ്പ് കണ്ടപ്പോൾ പലരും മനസ്സിൽ പറഞ്ഞു, അത് ശരി, ഇതിലൂടെ മാത്രമേ വില കൂട്ടാനുണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ ഇതാ പത്രത്തിന്റെ വിലയും കൂടി എന്ന്. അങ്ങനെ ഒരു ദീർഘനിശ്വാസം വിട്ടു. അങ്ങനെ ഏതാനും നിമിഷം മാത്രം ആയുസുള്ള ആ വികാരമാണ് മലയാളിക്ക് ദിനപത്രത്തിന്റെ വില കൂട്ടി എന്ന് കേൾക്കുമ്പോൾ ഉണ്ടാകുന്നത്. അവൻ പോലും അറിയാതെ അവന്റെ പോക്കറ്റിൽ നിന്ന് ആ പണം എല്ലാ മാസവും പോയിക്കൊള്ളും. ഓർക്കുക, ഇന്ത്യയിൽ ദിനപത്രത്തിന് ഏറ്റവും കൂടുതൽ പണം നൽകി പത്രം വരുത്തുന്ന മണ്ടന്മാർ തങ്ങളാണെന്ന് മലയാളികൾ അറിയുന്നില്ല. ഇന്ന് പല വീടുകളിലും പത്രം വരുത്തുന്നുണ്ടെങ്കിലും അതിന്റെ മടക്ക് പോലും നോക്കാതെ എടുത്ത് അടുക്കി വെച്ച് മാസാവസാനം ആഖ്രിക്ക് കൊടുക്കുന്ന എത്രയോ വീടുകൾ ഉണ്ട്. കേരളത്തിൽ സാധാരണഗതിയിൽ പത്രത്തിന് വില കൂട്ടുക എന്ന ആചാരം തുടങ്ങി വെക്കുന്നത് പത്രമുത്തശ്ശി മലയാള മനോരമയാണ്. ന്യൂസ് പ്രിന്റിനും അസംസ്കൃത സാധനങ്ങൾക്കും വളരെ വില കൂടി, കേന്ദ്ര സർക്കാർ ഇറക്കുമതി തീരുവ കൂട്ടി, റഷ്യയിൽ യുദ്ധമാണ്, ന്യൂസ് പ്രിന്റിന് കടുത്ത ക്ഷാമമാണ് എന്നൊക്കെ പറയുന്ന ഒരു സ്ഥിരം പല്ലവി കാണും. മനോരമ വിലവർധനവ് പ്രഖ്യാപിച്ച് തൊട്ടടുത്ത ദിവസം തന്നെ മറ്റു പീക്കിരി പത്രങ്ങളും ഇതേ പല്ലവി ആവർത്തിച്ച് വിലവർധന പ്രഖ്യാപിക്കും. പിടിച്ചു നിൽക്കുവാൻ പാടാണത്രേ. അത്ര പാടുപെട്ട് പിടിച്ചു നിൽക്കുവാൻ നിന്നോടൊക്കെ ആരാണ് പറഞ്ഞത്? പൂട്ടി വേറെ ലാഭമുള്ള വേറെ കച്ചവടം നടത്തിക്കൂടെ എന്ന് ഒരൊറ്റ വായനക്കാരൻ പോലും ചോദിച്ചില്ല. ഇത്തവണ വിലകൂട്ടൽ പ്രഖ്യാപനവുമായി ആദ്യം വന്നത് മാതൃഭൂമിയാണ്, പിന്നീട് കേരള കൗമുദിയും. എന്നാൽ ഇന്നാണ് പത്രമുത്തശ്ശി മലയാള മനോരമ വിലകൂട്ടൽ അറിയിപ്പുമായി രംഗത്ത് വന്നത്. കാരണം നമുക്കെല്ലാം അറിയാമെങ്കിലും പത്രമാധ്യമങ്ങൾ, പൂച്ചാണ്ടി വേഷം കെട്ടിയ ആത്മീയ കച്ചവടക്കാരന്മാർ, പോലീസുകാർ എന്നിവരോടൊക്കെ കാര്യം ചോദിക്കുവാൻ നമുക്ക് പേടിയാണ്. വല്ല പണിയും കിട്ടിയാലോ? ഈ പേടിയാണ് ഇവന്മാരെല്ലാം മുതലെടുക്കുന്നത്. അതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണമാണ് വലിയ ചുവന്ന അക്ഷരത്തിൽ പ്രസ് എന്ന് എഴുതി വെച്ച MIT സ്കൂട്ടറിന് സൈഡ് കൊടുത്തില്ല എന്ന് പറഞ്ഞ് വിഴിഞ്ഞത്തേക്ക് കല്ലും കൊണ്ടുപോകുന്ന ടോറസ് ലോറി വിലങ്ങി നിർത്തി, നിനക്കൊന്നും ജീവനിൽ പേടിയില്ലേടെ, എഴുതി തുലച്ചു കളയുമെന്ന് പറയുന്ന മാപ്രകൾ. ഓർക്കണം, റീസൈക്കിൾ പേപ്പർ ഉപയോഗിച്ച്, അതായത് മീൻ പൊതിയാൻ പോലും കൊള്ളാത്ത കച്ചി പേപ്പറിൽ മഷി തെളിഞ്ഞു വരുവാൻ പോലും പേപ്പർ അടിക്കാത്തവന്മാർ വരെ ഈ നാമത്തിൽ പേപ്പറിന് വില കൂട്ടിക്കളയും. നാം ഒരു പരാതി പോലും പറയാതെ അത് നൽകും. ശരിക്കും ഈ പത്രം വായിച്ച ശേഷം കൈ കഴുകുവാൻ, സോപ്പ് മേടിക്കുവാൻ ഇവന്മാർ വായനക്കാർക്കാണ് ഇങ്ങോട്ട് പണം തരേണ്ടുന്നത്. ഓർക്കുക, കേരളത്തിൽ വേശികൾക്ക് വരെ സംഘടനകളുണ്ട്. എന്നാൽ ഒരു സംഘടനയില്ലാത്ത ഏക കൂട്ടരാണ് പത്രവായനക്കാർ എന്ന കോടിക്കണക്കിന് വരുന്ന ഉപഭോക്താക്കളും പത്രവിതരണം നടത്തുന്ന പതിനായിരക്കണക്കിന് വരുന്ന ഏജന്റുമാരും. പലതവണ ഇത്തരം ഒരു സംഘടനകൾ ഉണ്ടാക്കുവാൻ പലരും ശ്രമിച്ചിട്ടും ഇവിടുത്തെ പത്രമുത്തശ്ശി ഇടപെട്ട് ആ ശ്രമങ്ങളെല്ലാം പൊളിച്ചു കളഞ്ഞു. അത് പൊളിക്കുവാൻ ഇവിടുത്തെ എല്ലാ തൊഴിലാളി സംഘടനകളും അവരോടൊപ്പം മത്സരിച്ച് നിന്നുകൊടുത്തു എന്ന കാര്യം നാം വിസ്മരിച്ചുകൂടാ. അവിടെ മുതൽ തുടങ്ങുന്നു ഈ അന്തർധാര. യൂറോപ്പിൽ ജനാധിപത്യത്തിന്റെ കാവലാൾ എന്ന അർത്ഥത്തിൽ പണ്ട് ഫോർത്ത് എസ്റ്റേറ്റ് എന്ന പദം പത്രമാധ്യമങ്ങളെ ഉദ്ദേശിച്ചാണ് ഉപയോഗിച്ചിരുന്നതെങ്കിൽ ഇന്നത് വെറും എസ്റ്റേറ്റായി മാറിക്കഴിഞ്ഞു. ഇന്ന് ഈ എസ്റ്റേറ്റിൽ നടക്കുന്നത് വെറും കൃഷി മാത്രം, കടുംവെട്ട് എന്ന് തന്നെ പറയാം. കടുംവെട്ട്. പത്രമാധ്യമ മേഖല എന്നത് വന്നു വെറും കച്ചവട കേന്ദ്രങ്ങളായി മാറിയിരിക്കുന്നു. പരസ്യവും പെയ്ഡ് PR കഴിഞ്ഞു ബാക്കിയുള്ള സ്ഥലത്ത് പേരിന് വാർത്തകൾ എന്ന പേരിൽ ആരോ തയ്യാറാക്കി കൊടുത്ത വളച്ചപത്രക്കുറിപ്പുകൾ വായിക്കുവാൻ നാം പണം മുടക്കി വാങ്ങുന്നു. ഇനിയും ഇത് തുടരണോ എന്ന് ചിന്തിക്കുക. ഇന്നും നാളെയും എന്ന് പറയുന്നത് ഫിഫ്ത്ത് എസ്റ്റേറ്റിന്റെ കാലമാണ്. ഫ്യൂച്ചർ ഈസ് ഡിജിറ്റൽ. മിന്നൽ പിണരിന്റെ സ്പീഡിൽ വാർത്തകൾ ആ നിമിഷം തന്നെ ലൈവായി നിങ്ങളുടെ വിരൽത്തുമ്പിൽ സൗജന്യമായി കിട്ടുമ്പോൾ പിന്നെ ഒരു ദിവസം വളിച്ച വാർത്ത നിങ്ങൾ എന്തിന് പണം നൽകി വായിക്കണം? ഇന്ന് ഈ പത്രസ്ഥാപനങ്ങൾ നടത്തുന്ന എല്ലാവർക്കും തന്നെ അവരുടെ ഓൺലൈൻ എഡിഷനുകൾ ഉണ്ടെന്ന് മനസ്സിലാക്കണം. ഈ കച്ചവടം ഇന്നില്ലെങ്കിൽ നാളെ തീരുമെന്ന് ഇവർക്ക് നന്നായി അറിയാം. പക്ഷേ മണ്ടന്മാരായ വായനക്കാർ ആ പഴയ ശീലം ഇപ്പോഴും വിട്ടിട്ടില്ല, തുടരുന്നു. കാണുന്നതും കേൾക്കുന്നതും ഒന്ന് അച്ചടി മഷി പുരണ്ട് കണ്ടെങ്കിലേ നമുക്കൊരു സുഖം കിട്ടും. പലർക്കും രാവിലെ പ്രഭാത കൃത്യങ്ങൾ കാര്യമായി നടക്കണമെങ്കിൽ പത്രവും പിടിച്ചു പോയിരുന്നെങ്കിലേ അത് സാധിക്കൂ. ഇത്തരം പത്രവായന ഒരു ഇൻസ്റ്റിങ്ക്റ്റായി മാറിക്കഴിഞ്ഞു. ചെറുപ്പത്തിൽ പത്രവായന നാം പ്രാക്ടീസ് ചെയ്യുന്നു, പിന്നീട് ആ പ്രാക്ടീസ് ഹാബിറ്റ് ആകുന്നു, ആ ഹാബിറ്റ് പിന്നെ ഒഴിച്ചുകൂടാനാവാത്ത ഇൻസ്റ്റിങ്ക്റ്റായി മാറുന്നു. അതുകൊണ്ടാണ് ലോകത്തിൽ എല്ലായിടത്തും പ്രിന്റ് മീഡിയയുടെ സർക്കുലേഷനിൽ വമ്പിച്ച ഇടിവുണ്ടായിട്ടും ഇന്ത്യയിലും പ്രത്യേകിച്ച് കേരളത്തിലും ഇപ്പോഴും പ്രിന്റ് മീഡിയ പിടിച്ചു നിൽക്കുന്നത്. സ്കൂളുകൾ അടക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പല പല പേരുകളിൽ പലരെയും കൊണ്ട് പത്രം സ്പോൺസർ ചെയ്യിച്ച് വായിപ്പിക്കുന്നത് ABC എന്ന ഓഡിറ്റ് ബ്യൂറോ ഓഫ് സർക്കുലേഷനെയും NRS എന്ന നാഷണൽ റീഡർഷിപ്പ് സർവേയെയും കണക്കുകൾ പെരുപ്പിച്ച് കാണിക്കുവാനും അത് കാണിച്ച് പരസ്യ നിരക്ക് കൂട്ടുവാനും അതിലെല്ലാം ഉപരി ക്യാച്ച് ദം യങ്,
ചെറുപ്രായത്തിൽ തന്നെ തങ്ങളുടെ ബ്രാൻഡ് കുട്ടികളുടെ മനസ്സിൽ കയറ്റുന്നതിനും അങ്ങനെ ബ്രാൻഡ് അഡിക്റ്റ് ആക്കുന്നതിനും വേണ്ടി മാത്രമാണ്. നിങ്ങൾ തന്നെ നോക്കുക, നമ്മുടെ വീടുകളിൽ പത്രം വന്നാൽ വായിക്കുന്നത് ആരാണ്? പത്രം വന്നാൽ വായിക്കുന്നത് സ്പെൻഡിങ് കപ്പാസിറ്റി ഉള്ള ചെറുപ്പക്കാരാണോ? അല്ല, മറിച്ച് ഒരു 60 വയസ്സ് കഴിഞ്ഞ നമ്മളുടെയൊക്കെ പ്രായമായ മാതാപിതാക്കളാണ്. തങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ സർക്കുലേഷൻ ഉള്ളത്, അതുപോലെ പെർ കോപ്പി റീഡർഷിപ്പ് ഞങ്ങൾക്കാണ് കൂടുതൽ എന്നൊക്കെ വീമ്പിളക്കുന്ന മാധ്യമങ്ങൾ യഥാർത്ഥത്തിൽ വായനക്കാരെയും പരസ്യദാതാക്കളെയും, എന്തിന് ഇവിടുത്തെ ഏറ്റവും വലിയ സർക്കാർ മേഖലയിലെ പരസ്യദാതാക്കളായ DAVP-യെയും PRD-യെയും കബളിപ്പിക്കുകയാണ്. ഇങ്ങനെ സർക്കുലേഷൻ പെരുപ്പിച്ച് കാണിച്ച് പറ്റിക്കുന്നത്. ഇവർ പ്രതിമാസം പറ്റിക്കുന്നത് കോടിക്കണക്കിന് രൂപയാണ്. ഇപ്പോൾ ഓഡിറ്റ് ബ്യൂറോ ഓഫ് സർക്കുലേഷന്റെ മേധാവിയായി ചുമതലയേറ്റിയിരിക്കുന്നത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ സർക്കുലേഷൻ പെരുപ്പ് കാണിച്ച് തട്ടിപ്പ് നടത്തുന്ന സ്ഥാപനത്തിന്റെ മുതലാളിമാരിൽ ഒരാളാണ്. പത്രസ്ഥാപനം എന്നത് കാലഹരണപ്പെട്ട ഒരു പ്രസ്ഥാനമായി ഇന്ന് മാറിക്കഴിഞ്ഞു. ഇത് മനസ്സിലാക്കി എല്ലാ പത്രമാധ്യമങ്ങളും, ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞു, ഓൺലൈൻ എഡിഷനുകളിലേക്ക് മാറിക്കഴിഞ്ഞു. പക്ഷേ മണ്ടന്മാരായ ജനങ്ങളുടെ, രാഷ്ട്രീയക്കാരുടെ, എന്തിന് കച്ചവടക്കാരുടെ ഇപ്പോഴുമുള്ള വിശ്വാസം പത്രമാണ് മുഖ്യധാര മാധ്യമമെന്ന്. അങ്ങനെ അവരുടെ പണത്തിന്റെ നല്ലൊരു പങ്കും ഇവർക്ക് പരസ്യമായി നൽകി ഒടുവിൽ വേണ്ട റിസൾട്ട് കിട്ടാതെ തകർന്ന് തരിപ്പണമാകുന്നു. അതുകൊണ്ട് തന്നെ മാധ്യമ സ്ഥാപനങ്ങളുടെ വോളിയം പാക്കേജ് ഓഫറിൽ വീണ് പരസ്യ ഏജൻസികളെ ഉപയോഗിച്ച് അവരുടെ അഡ്വർടൈസ്മെന്റ് ബഡ്ജറ്റിന്റെ 80% പത്രപരസ്യമായി കൺവേർട്ട് ചെയ്ത് ആവശ്യത്തിന് റെസ്പോൺസ് ഇല്ലാതെ എത്ര പ്രമുഖ സ്ഥാപനങ്ങൾ ഈ കൊച്ചു കേരളത്തിൽ പൊട്ടിപ്പോയി. റിയൽ എസ്റ്റേറ്റ് മേഖലയിലും ആരോഗ്യ, വിദ്യാഭ്യാസ, ടെക്സ്റ്റൈൽ, ജുവലറി, ഓട്ടോമൊബൈൽ രംഗത്തെ പ്രമുഖ ബ്രാൻഡുകളടക്കം തകർന്ന് തരിപ്പണമായി. ഹിന്ദു പത്രത്തിന്റെ തിരുവനന്തപുരം എഡിഷനിൽ പ്രോപ്പർട്ടി പ്ലസ് എന്ന സപ്ലിമെന്റ് തുടങ്ങിയ കാലം 1-ാം പേജിൽ ഫുൾ പേജ് അല്ലെങ്കിൽ ഹാഫ് പേജ് പരസ്യം നൽകുന്നത് വലിയ ഗമയായി വിചാരിച്ച് പരസ്യം നൽകിയ ആളിപ്പോൾ വീട്ടിൽ പാപ്പർ ഹർജി നൽകി ഒളിവിൽ കഴിയുകയാണ്. അതുപോലെ ആത്മഹത്യ ചെയ്ത മറ്റൊരു ബിൽഡറുണ്ട്. പ്രമുഖ മാധ്യമങ്ങൾക്ക് വലിയ പരസ്യങ്ങൾ ഇന്നോവേറ്റീവ് ആർട്സ് എന്ന പേരിൽ, അതായത് ഒരു ഫുൾ പേജിൽ ഒരു ഫ്ലൂറസന്റ് കളറിൽ മറ്റൊന്നുമില്ലാതെ താഴെ ചെറിയ ഫോണ്ടിൽ VJ പ്രോപ്പർട്ടീസ് എന്ന് മാത്രം എഴുതും. മാധ്യമങ്ങളുടെ പരസ്യ മേധാവികളും ബ്രാൻഡ് കൺസൾട്ടൻസും ഒക്കെ ഇദ്ദേഹത്തെ സോ ക്രിയേറ്റീവ് എന്നൊക്കെ പറഞ്ഞ് അങ്ങ് കിളത്തി. ഒടുവിൽ കടം കയറി മുടിഞ്ഞ് ആത്മഹത്യ ചെയ്തു. ഇതിനെല്ലാം കാരണം ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങൾ എന്ന് വീമ്പിളക്കുന്ന ABC എന്ന ഏജൻസിയുടെ പേരിൽ സർക്കുലേഷൻ പെരുപ്പിച്ച് കാണിച്ച് അതിന്റെ പേരിൽ എല്ലാ 6 മാസവും പരസ്യനിരക്കിൽ വൻ വർധനവ് വരുത്തി ജനങ്ങളെയും കച്ചവടക്കാരെയും സർക്കാരിനെ പറ്റിച്ച മാധ്യമ സ്ഥാപനങ്ങളാണ്. ഇത്രയുമൊക്കെ ചെയ്തു കൂട്ടിയിട്ടും പിടിച്ചു നിൽക്കുവാൻ പറ്റാതെ മാധ്യമ വ്യഭിചാരം നടത്തിയാണ് ഇന്ന് പല മാധ്യമങ്ങളും ഓരോ മാസവും തള്ളി നീക്കുന്നത്. 1000 മുതൽ 10 ലക്ഷം രൂപ വരെ നൽകി ഇമ്പാക്ട് ഫീച്ചറുകൾ എന്ന പേരിൽ കാശ് മേടിച്ച് നൽകുന്ന പെയ്ഡ് റൈറ്റപ്പുകൾ ജനങ്ങൾ പണം നൽകി വായിക്കുന്നു. ശമ്പളം കൊടുക്കുവാൻ മാർഗമില്ലാതെ തിരുവനന്തപുരത്ത് മാത്രം അവശേഷിച്ചു പോയ ഒരു ദിനപത്രം കഴിഞ്ഞ ദിവസം ഇറക്കിയ ഒരു സപ്ലിമെന്റ് കണ്ട് ചിരിച്ചുപോയി. കെയർ വർക്കേഴ്സ് എന്ന പേരിൽ തലസ്ഥാനത്തെ അറിയപ്പെടുന്ന സെക്സ് വർക്കേഴ്സിന്റെ ഫോട്ടോയും മൊബൈലും വെച്ചായിരുന്നു പരസ്യ സപ്ലിമെന്റ് ഇറക്കിയത്. അന്വേഷിച്ചപ്പോഴാണ് അറിഞ്ഞത് അതൊരു പാക്കേജ് ആണെന്ന്. 2000 കൊടുത്താൽ അവരുടെ കളർ ഫോട്ടോയും മൊബൈൽ നമ്പറും വെച്ച് പരസ്യം കൊടുക്കും. മാത്രമല്ല 1 വർഷം പത്രവും സൗജന്യമായി കൊടുക്കുമെന്ന്. ലോക്കൽ വാർത്ത കൊടുക്കേണ്ട 3-ാം പേജിലാണ് റെസ്പോൺസ് കൂടുതൽ കിട്ടുവാൻ ഇവ നൽകുന്നത്. 10000 രൂപ കൊടുത്താൽ ഏതെങ്കിലും മന്ത്രിയെ വിളിച്ച് പൊന്നാട അണിയിപ്പിച്ച് ആദരിക്കുകയും ചെയ്യും പോലും. പഴയ വലിയ പാരമ്പര്യമുള്ള പത്രമാണ് എന്ന് പറഞ്ഞാണ് മന്ത്രിമാർ ഈ അവാർഡ് കൊടുക്കുവാൻ പോകുന്നത്. റാണ എന്ന തട്ടിപ്പുകാരന്റെ കയ്യിൽ നിന്നും കോടികൾ വാങ്ങി അദ്ദേഹത്തെ ചാനലിൽ മോട്ടിവേഷൻ സ്പീക്കറായി ചിത്രീകരിച്ച് വളർത്തിക്കൊണ്ടുവന്നത് കേരള കൗമുദി എന്ന പത്രസ്ഥാപനമാണ്. കേരളത്തിന്റെ ഒരേ ഒരു പത്രാധിപർ എന്ന പേരിൽ അറിയപ്പെടുന്ന പത്രാധിപരായ K. സുകുമാരന്റെ മകനും ചീഫ് എഡിറ്ററുമായ MS മണി അവസാനം അദ്ദേഹത്തിന്റെ സ്ഥാപനം നടത്തിക്കൊണ്ടുപോകുവാൻ ആശ്രയിച്ചത് ഫയർ എന്ന അശ്ലീല മാഗസിന്റെ വരുമാനത്തെയാണ്. മംഗളം എന്ന മാപ്രസിദ്ധീകരണം ഒരു പത്രം ആരംഭിച്ചെങ്കിലും അജിത് കുമാർ അജിന്താലയം എന്ന തേൻകണി അജിത് കുമാർ MC വർഗീസിന്റെ സഞ്ചി ചുമക്കുവാൻ വന്ന ആ തീവട്ടി ആ സ്ഥാപനത്തെ നാണം കെടുത്തിയപ്പോൾ ചാനലും പൂട്ടി, പത്രവും കോട്ടയത്ത് മാത്രം ഒതുങ്ങി. പൂജപ്പുരയിലുള്ള ഒരു പ്രാദേശിക ലേഖകന്റെ കാരുണ്യം കൊണ്ട് അദ്ദേഹത്തിന്റെ വീട്ടിലെ ഒരു കമ്പ്യൂട്ടറാണ് പത്രത്തിന്റെ നിലവിലെ തിരുവനന്തപുരം ബ്യൂറോ. പത്രവ്യവസായ മേഖലയിലെ സകല ഉടായ്പകളും തരികടകളും അനാവരണം ചെയ്യുന്ന ഒരു പരമ്പര ഇന്നു മുതൽ ITV ന്യൂസിൽ ഞങ്ങൾ ആരംഭിക്കുകയാണ്. പോസ്റ്റ് ഗ്രാജുവേഷന് പഠിക്കുമ്പോൾ മുൻനിരയിലുള്ള മാധ്യമ സ്ഥാപനത്തിൽ സർക്കുലേഷൻ വിഭാഗത്തിൽ സെയിൽസ് പ്രൊമോട്ടറായി ജോലി തുടങ്ങി 26-ാം വയസ്സിൽ ഒരു പത്ര മാധ്യമ സ്ഥാപനത്തിന്റെ എല്ലാ മേഖലകളെയും നിയന്ത്രിക്കുന്ന മേധാവിയായി. ഒരുപക്ഷെ ഇന്ത്യയിൽ ആദ്യമായിട്ടായിരിക്കാം 11 എഡിഷനുകൾ 1.5 വർഷത്തിനുള്ളിൽ ആരംഭിച്ച് ഏറ്റവും വലിയ സ്റ്റാർ സ്റ്റഡഡ് ഷോകളുടെ അകമ്പടിയോടുകൂടി ആരംഭിച്ച് 2 വർഷത്തിനുള്ളിൽ കേരളത്തിലെ നമ്പർ 1 മീഡിയ ആക്കി മാറ്റിയ പ്രവൃത്തി പരിചയമുള്ള എൻ്റെ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഈ പരമ്പര. ഇത് പലരുടെയും ഉറക്കം കെടുത്തും എന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ ഈ തരികടകൾ ജനങ്ങൾ അറിഞ്ഞേ മതിയാകൂ. കാരണം കേരളത്തിലെ ജനങ്ങളുടെ ആന്തരിക കാഴ്ചകളെ മറയ്ക്കുന്ന തിമിരമാണ് ഇന്നത്തെ പല പത്രസ്ഥാപനങ്ങൾ എന്ന് നിസ്സംശയം പറയാം.
ആ തിമിരം ബാധിച്ച നേരത്തെ ആവരണത്തെ നീക്കം ചെയ്യുന്ന ചെറിയൊരു ലേസർ ശസ്ത്രക്രിയയാണ് ഞങ്ങൾ നടത്തുവാൻ പോകുന്നത്. ആ പാടം നീക്കം ചെയ്താൽ ജനങ്ങൾക്ക് മങ്ങലില്ലാതെ കാര്യങ്ങൾ കാണുവാൻ സാധിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പരമ്പരയുടെ ഒന്നാം ഭാഗമായ പത്രം പണം കൊടുത്തു വാങ്ങിക്കുന്നവർ മാത്രം ഇത് കാണുക ഇവിടെ അവസാനിക്കുന്നു. തിങ്കളാഴ്ച ABC അഥവാ ഓഡിറ്റ് ബ്യൂറോ ഓഫ് സർക്കുലേഷന്റെ കണക്കുകളുടെ മറവിൽ നടത്തുന്ന തട്ടിപ്പുകളുടെ കാണാപ്പുറങ്ങൾ കാണാവുന്നതാണ്. നിങ്ങളിത് കണ്ടാൽ മാത്രം പോരാ, ഇത് വേറെ ആരും പറയില്ല. അതുകൊണ്ട് പത്രം പണം കൊടുത്തു വരുത്തുന്ന നിങ്ങൾക്കറിയാവുന്ന എല്ലാവർക്കും ഈ വാർത്ത അയച്ചു കൊടുക്കുക. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.